നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ സ്പോട്ട് ട്രേഡിംഗ് ആയാലും അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ആയാലും ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡിംഗ് ഫീസൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് ഫീയുടെ ആ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ അവിടെ മേക്കർ ഫീയും ടേക്കർ ഫീയും കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഈ മേക്കർ ഫീയും, എന്താണ് ഈ ടേക്കർ ഫീയും, ആരാണ് ഈ മേക്കേഴ്സും ആരാണ് ഈ ടേക്കേഴ്സും, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഇത് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അറിയാവുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അറിയാത്തവർ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. അപ്പോൾ ഈ മേക്കേഴ്സ് ആരാണ്, ടേക്കേഴ്സ് ആരാണ്, മാർക്കറ്റ് മേക്കേഴ്സും മാർക്കറ്റ് ടേക്കേഴ്സും ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ എന്താണ് മാർക്കറ്റ്, എങ്ങനെയാണ് അവിടെ ട്രേഡ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു 10 രൂപയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതെനിക്കൊരു 15 രൂപയ്ക്ക് വിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലത്ത് പോവാണ്. അപ്പോൾ ഒരാളത് 15 രൂപയ്ക്ക് വാങ്ങിക്കാനായിട്ട് വരികയാണ്, ഞാൻ അയാൾക്കത് വിൽക്കുകയാണ്. അത് ഒരു കച്ചവടമാണ്, അതൊരു ട്രേഡാണ്. ഓക്കെ, ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ ഓരോ പ്രൊഡക്റ്റുകൾ വിൽക്കാനായിട്ട് വരുമ്പോൾ അവിടെ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുമ്പോൾ അതിനെയാണ് നമ്മളൊരു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരാൾ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരിക്കലും മാർക്കറ്റ് എന്ന് പറയില്ല. അതുപോലുള്ള ഒരുപാട് കച്ചവടങ്ങൾ അവിടെ ചെയ്യുമ്പോഴാണ് അതൊരു മാർക്കറ്റായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു മാർക്കറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. നമ്മൾ ലിക്വിഡിറ്റി പൂളിനെ പറ്റിയിട്ട് ഒരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം, ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ലിക്വിഡിറ്റി എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ചെറിയൊരു എക്സാമ്പിളോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഷോപ്പിൽ ചെഗുവേരയുടെ പടമുള്ള ഒരു ടീഷർട്ട് ഇരിക്കുന്നുണ്ട്, തൊട്ടടുത്ത് തന്നെ എൻ്റെ പടമുള്ള ഒരു ടീഷർട്ട് ഇരിക്കുന്നുണ്ട്. ഏറ്റവും പെട്ടെന്ന് വിറ്റ് പോകാനായിട്ട് ചാൻസ് ഉള്ളത് ഏത് ടീഷർട്ടായിരിക്കും? തീർച്ചയായിട്ടും ചെഗുവേരയുടെ ടീഷർട്ട് തന്നെയായിരിക്കും ഏറ്റവും പെട്ടെന്ന് വിറ്റ് പോവുക. എൻ്റെ ടീഷർട്ട് ആരും തന്നെ തിരിഞ്ഞു നോക്കണമെന്ന് പോലും ഇല്ല. അപ്പോൾ ചെഗുവേരയുടെ ടീഷർട്ട് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എൻ്റെ പടമുള്ള ടീഷർട്ട് എന്ന് പറയുന്നത് ഇല്ലിക്വിഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളെന്നും അതുപോലെ തന്നെ ഇല്ലിക്വിഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളെന്നും പറയാറുണ്ട്. അതായത് ലിക്വിഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് ട്രേഡ് നടന്നു പോകും. ഇല്ലിക്വിഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ട്രേഡ് നടക്കാനായിട്ട് വളരെയധികം സമയമെടുക്കും. ചിലപ്പോൾ അത് നടന്നില്ല എന്ന് വരും. സംഭവം ഇത്രയേ ഉള്ളൂ, 10 രൂപയുടെ സാധനം നമ്മൾ 15 രൂപയ്ക്ക് വിൽക്കാനായിട്ട് വെക്കുമ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ആരെങ്കിലും വരണം. അത് വാങ്ങിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ലിക്വിഡ് ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയാനായിട്ട് പറ്റും. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലിക്വിഡ് ആയിട്ടുള്ള മാർക്കറ്റാണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ലിക്വിഡിറ്റി പൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ലിക്വിഡിറ്റി എങ്ങനെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലിക്വിഡിറ്റി പൂളിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എന്താണ്, എങ്ങനെയാണ് അവിടെ ട്രേഡ് നടക്കുന്നത്, അതുപോലെ തന്നെ ലിക്വിഡിറ്റി, ഒരു മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മാർക്കറ്റ് മേക്കേഴ്സ് ആരാണ്, മാർക്കറ്റ് ടേക്കേഴ്സ് ആരാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പേരിൽ തന്നെയുണ്ട്, മാർക്കറ്റ് മേക്കേഴ്സ്. മാർക്കറ്റ് ഉണ്ടാക്കുന്ന ആളുകളാണ് മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മാർക്കറ്റ് ഉണ്ടാവുന്നത്? നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞു, ഒരുപാട് കച്ചവടക്കാർ ഒരു സ്ഥലത്ത് വന്നിരുന്ന് ട്രേഡ് ചെയ്യുമ്പോഴാണ്, കച്ചവടം നടത്തുമ്പോഴാണ് അതൊരു മാർക്കറ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ്, ഒരു 10 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് ഞാനൊരു 15 രൂപയ്ക്ക് വിൽക്കാനായിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ ഒരു മാർക്കറ്റ് മേക്കറായിട്ട് മാറിക്കഴിഞ്ഞു. അതായത് നമ്മുടെ ക്രിപ്റ്റോ കറൻസിയുമായിട്ട്, നമ്മുടെ ക്രിപ്റ്റോ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോയിൻ സെല്ല് ചെയ്യാനായിട്ട് ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. നിങ്ങൾ കുറേ നാളുകളായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു കോയിൻ നിങ്ങൾ സെല്ല് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊരു ലിമിറ്റ് ഓർഡർ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ നമ്മുടെ ഓർഡർ ബുക്കിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരാളത് വന്ന് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ട്രേഡ് നടന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ലിമിറ്റ് ഓർഡർ, നിങ്ങളൊരു കോയിൻ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മാർക്കറ്റ് മേക്കറായി കഴിഞ്ഞു. ഇതിൻ്റെ നേരെ തിരിച്ചാണ് മാർക്കറ്റ് ടേക്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു കോയിൻ വാങ്ങിക്കാനായിട്ട് പോവാണ്, ആരെങ്കിലും ഇതുപോലെ മാർക്കറ്റ് മേക്കേഴ്സ് ആരെങ്കിലും സെല്ല് ചെയ്യാനായിട്ട് ഇട്ടിട്ടുള്ള കോയിൻ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ അവിടെ മാർക്കറ്റ് ടേക്കേഴ്സ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റ് മേക്കേഴ്സും മാർക്കറ്റ് ടേക്കേഴ്സും. നമുക്ക് ട്രേഡിംഗ് വളരെ ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കറ്റ് ടേക്കേഴ്സും മാർക്കറ്റ് മേക്കേഴ്സും ഒക്കെ ഉള്ളത്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന വിലയിൽ, നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന വിലയിൽ തന്നെ കോയിൻസ് നമുക്ക് സെല്ല് ചെയ്യാനും അതുപോലെ തന്നെ ബൈ ചെയ്യാനൊക്കെ സാധ്യമാകുന്നത് ഈ മാർക്കറ്റ് മേക്കേഴ്സും മാർക്കറ്റ് ടേക്കേഴ്സും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എക്സ്ചേഞ്ചുകളിൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു ഫീ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പല എക്സ്ചേഞ്ചുകളുടെയും റവന്യൂവിൻ്റെ വളരെ വലിയൊരു ശതമാനവും കിട്ടുന്നത് ട്രേഡിംഗ് ഫീയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് മേക്കേഴ്സ് എന്താണ്, മാർക്കറ്റ് ടേക്കേഴ്സ് എന്താണ്, അതിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കും ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം.